ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് ഈ ട്രൈ ബാൻഡ് റൗട്ടറുകൾ നോക്കാം. ട്രൈ ബാൻഡ് റൗട്ടറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സിംഗിൾ ബാൻഡ് റൗട്ടറുകൾ കേട്ടിട്ടുണ്ടാവും, ഡ്യുവൽ ബാൻഡ് റൗട്ടർ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു റൗട്ടേഴ്സാണ് ട്രൈ ബാൻഡ് റൗട്ടേഴ്സ്. അപ്പോൾ ഇതെന്താണ് ഈ ട്രൈ ബാൻഡ് റൗട്ടേഴ്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ നോർമലി റൗട്ടറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും നമ്മളുടെ വീട്ടിലുള്ള റൗട്ടേഴ്സ് നോർമൽ റൗട്ടർ വരുന്നത് 2.4 ബാൻഡ് വിത്തിൽ വരുന്ന നോർമൽ സിംഗിൾ ബാൻഡ് റൗട്ടറുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമ്മൾ എന്തിനാണ് സിംഗിൾ ബാൻഡ് ഡ്യുവൽ ബാൻഡിലോട്ട് നോർമലി എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഒരു ബാൻഡ് വിത്തും കൂടി കൂടുതലായിട്ട് ലഭിക്കും, സ്പീഡ് കൂടും. ഹൈ സ്പീഡിൽ 5 GHz ഫ്രീക്വൻസിയിൽ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുകയും കൂടുതൽ നമുക്ക് കൂടുതൽ ഡിവൈസസിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്രയും അധികം എഫിഷ്യൻ്റായിട്ട് നമുക്ക് സ്പീഡ് അവിടെ ഡ്യുവൽ ബാൻഡിൽ കിട്ടും. അപ്പോൾ ഈ ട്രൈ ബാൻഡ് റൗട്ടറുകൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് ആൻറ്റിനകളൊക്കെ ആയിട്ട് ഗെയിമിംഗ് പർപ്പസിനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ട്രൈ ബാൻഡ് റൗട്ടറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംഗിൾ ബാൻഡ് റൗട്ടറുകളിൽ നിന്നും ഡ്യുവൽ ബാൻഡ് റൗട്ടറിലോട്ട് പോയപ്പോൾ നമുക്ക് കൂടുതൽ ഡിവൈസ് കണക്ട് ചെയ്യാനും അതുവഴി കൂടുതൽ സ്പീഡ് കിട്ടാനും ഡ്യുവൽ ബാൻഡിൽ സാധിച്ചു. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ട്രൈ ബാൻഡ് റൗട്ടർ വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചോദ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നിനും കൊണ്ടല്ല, അതായത് ഒരുപാട് വയർലെസ് നെറ്റ്വർക്കുകൾ, അതായത് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഒരു 10-15 ഡിവൈസസും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുകയാണ്, ഒരു ആക്സസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഡിവൈസുകളിൽ തന്നെ പലതരത്തിലുള്ള ഡിവൈസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ 2.4 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടാവും, 5G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടാവും. സോ ഈ ഒരുപാട് ഡിവൈസുകൾ ഉണ്ടാവുമ്പോൾ ഈ 2.5G ഡ്യുവൽ ബാൻഡ് റൗട്ടറുകളിൽ നോർമലായി വരുമ്പോൾ ഈ ഡ്യുവൽ ബാൻഡ് റൗട്ടറുകളിൽ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞതിനെല്ലാം കൊടുക്കുന്നത് ഈ പറഞ്ഞ ഡ്യുവൽ ബാൻഡ് റൗട്ടർ ആയിരിക്കും. ഇതിൻ്റെ ഓരോത്തിനും ഓരോ SSID കൊടുക്കുന്നതും അതിനെ കണക്ട് ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ SSID തന്നെ കണക്ട് ചെയ്യുന്നതും ഈ ഒരു ഡ്യുവൽ ബാൻഡ് റൗട്ടറിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ഗാഡ്ജറ്റുകളും അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വൈഫൈ ഉപകരണങ്ങളും ഈ പറഞ്ഞ നമ്മളുടെ ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം എന്നില്ല. ചിലപ്പോൾ നോർമൽ ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ചിലതിലും നല്ല ഒരുപാട് നെറ്റ് ആവശ്യമുള്ളതായിരിക്കാം, ചിലതിന് അത്ര നെറ്റ് ആവശ്യമില്ലാത്തതായിരിക്കാം. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഈ പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ നോർമലി ഒരു 10-15 ഡിവൈസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്കൊരു ഓഫീസ് പർപ്പസിനും കാര്യങ്ങൾക്കും നമുക്കതിന് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രൈ ബാൻഡിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്യുമ്പോൾ വേറെ ഒന്നുമല്ല, ട്രൈ ബാൻഡിലും കൂടുതലായിട്ടൊന്നും നടക്കുന്നില്ല. അവിടെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഉണ്ടാവുന്ന 2.4ഉം 5 GHz ഫ്രീക്വൻസിയിൽ ഡ്യുവൽ ബാൻഡിൽ വരുന്ന ഒരു മോഡം, ഒരു ഡ്യുവൽ ബാൻഡ് മോഡം, അത് ട്രൈ ബാൻഡിലോട്ട് വരുമ്പോൾ ഈ 5 GHz തന്നെ ഒരു 5 GHz ബാൻഡ് വിത്തും കൂടി അഡീഷണൽ ആയിട്ട് അവിടെ ആഡ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ട്രൈ ബാൻഡ് വരുന്നത്. 2.4 ഉണ്ടാവും, 2 5 GHz ബാൻഡ് വിത്തും കൂടി ഈ ട്രൈ ബാൻഡ് റൗട്ടറുകളിൽ ആഡ് ചെയ്യപ്പെടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാഫിക് ഒരു ലെയർ, നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ ട്രാഫിക് ലെയേഴ്സ് ഉണ്ടാവാം. അതിനകത്ത് ഇപ്പോൾ ഒരെണ്ണം 2.4 ആയിരിക്കാം, ഇപ്പോൾ അടുത്ത് വരുന്നത് 5 GHz ആയിരിക്കാം. ഈ രണ്ട് ഇതിലായിരിക്കാം നോർമലി നമ്മുടെ ഡിവൈസുകളെല്ലാം റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ 2 ലെയറുകളിലായിരിക്കും. ഈ ട്രാഫിക് 2 ലെയറുകളിലാണ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യൂസേജ് കൂടുന്തോറും ഈ പറഞ്ഞ ട്രാഫിക് ലെയേഴ്സ് ഫില്ലാവുകയും അതിൽ ചിലപ്പോൾ ഒരു കൺജഷൻ വരാൻ സാധ്യതയും മറ്റും ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ ഒരു ലെയറും കൂടി അഡീഷണൽ ആയിട്ട് ഈ 5Gയുടെ തന്നെ ഒരു ലെയറും കൂടി നമുക്ക് ഇതിൻ്റെ താഴെ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് അത്രയും കൂടി ഫ്രീക്വൻസി, അതായത് ആ ഒരു വൈഫൈ ഫ്രീക്വൻസിയുടെ സ്ട്രെങ്ത്ത് അത്ര കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ട്രൈ ബാൻഡിൽ. പിന്നെ ട്രൈ ബാൻഡിൽ അടുത്തായിട്ട് കാണുന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ ഡിവൈസിനും വേണ്ട, അതായത് ഏത് ഡിവൈസിന് ഏതൊക്കെ ഡിവൈസിനാണ് ഏറ്റവും കൂടുതൽ നെറ്റ് ആവശ്യം വരുന്നത്. ചിലപ്പോൾ നമ്മുടെ നോർമൽ വീട്ടിലിരിക്കുന്ന ഒരു ചെറിയൊരു നോർമൽ പഴയ ഫോണോ അല്ലെങ്കിൽ പഴയ കമ്പ്യൂട്ടറോ പഴയ ലാപ്ടോപ്പോ എന്തെങ്കിലും ആയിരിക്കും കണക്ട് ചെയ്ത് കേൾക്കുന്നത്. പക്ഷേ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് തന്നെ ആ ഒരു ബാൻഡ് വിത്ത് അത്രയും ഭാഗം നമുക്ക് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിനകത്തോട്ട് ജസ്റ്റ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് നെറ്റ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നോർമലി മറ്റുള്ള ഡിവൈസുകളിൽ അത് ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഈ ട്രൈ ബാൻഡ് മോഡലിലോട്ട് വരുമ്പോൾ അത് കൂടുതലും ഈ ഗെയിമിംഗ് പർപ്പസും അല്ലെങ്കിൽ അങ്ങനത്തുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി മിമോ പോലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏത് ഡിവൈസിനാണോ കൂടുതൽ അതിൻ്റെ ആവശ്യം, അതായത് നെറ്റ്
റിക്വയർമെൻറ്റ് കൂടുതലായിട്ട് വരുന്നത് ഏതിനാണോ അതിനനുസരിച്ചായിരിക്കും അതിലത് സ്പീഡ് ഡിവൈഡ് ചെയ്യുന്നത്. ഐ മീൻ ബാൻഡ് വിത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ട്രൈ ബാൻഡിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, ആവശ്യകത അനുസരിച്ച് ഈ പറഞ്ഞ ട്രാക്കുകളിൽ തന്നെയുള്ളതിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ വരുന്നത് അതിനനുസരിച്ചുള്ള ഒരു സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രൈ ബാൻഡിന് സാധിക്കും. ഇപ്പോൾ നമുക്ക് ആമസോണിലും മറ്റും ഇതിൻ്റെ ട്രൈ ബാൻഡ് റൗട്ടേഴ്സുകൾ ലഭ്യമാണ്. വളരെ കുറച്ച് കോസ്റ്റ്ലിയാണ് ട്രൈ ബാൻഡ് റൗട്ടേഴ്സുകൾ അധികം നമ്മൾ ഉപയോഗിച്ച് വരുന്നിട്ടില്ല. മലയാളത്തിൽ തന്നെയാണെങ്കിൽ അധികം ചാനലിലൊന്നും ട്രൈ ബാൻഡ് റൗട്ടറുകളെ കുറിച്ചൊന്നും ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ട്രൈ ബാൻഡ് റൗട്ടറുകൾ ആവശ്യമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. നമ്മൾ എങ്ങനെയാണ് നമുക്ക് എത്ര ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനത്തെ യൂസറാണോ എന്നനുസരിച്ചിരിക്കും ട്രൈ ബാൻഡ് അബ്സല്യൂട്ട്ലി വേണ്ടാത്ത ഒന്നാണ്, വെറുതെ ഉള്ള ഒരു ഷോ ഓഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെയുണ്ട്. അങ്ങനെയുള്ളവർക്കും വളരെ ഗെയിമിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്രയും ഒരു ബാൻഡ് വിത്തും കാര്യങ്ങളും ആവശ്യമുള്ളവർക്കൊക്കെ വളരെ ഓട്ടോമാറ്റിക്കലി എന്താണ് പറയുന്നത്, ആ ഒരു റൗട്ടർ തന്നെ ഈ ഒരു ബാൻഡ് വിത്ത് അതാത് ഡിവൈസുകൾക്ക് വേണ്ട ബാൻഡ് വിത്ത് കൊടുക്കുകയും മറ്റും ചെയ്യുന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ് ഈ ട്രൈ ബാൻഡ് റൗട്ടേഴ്സിൽ ഉപയോഗിക്കുന്നത്. അസൂസിൻ്റെ ഉൾപ്പെടെയുള്ള മെയിൻ ഒരുപാട് കമ്പനികൾ ഈ ട്രൈ ബാൻഡ് റൗട്ടറുകൾ നിലവിൽ ഓൾറെഡി തന്നെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വളരെ ഒരു ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണിത്. നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ട്രൈ ബാൻഡ് റൗട്ടറുകൾ എന്താണെന്നുള്ളത്. അതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് ഇനി നമുക്ക് കാണാം. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.